ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഷാക്കിറിനെ കാണാനാണ്. ഷാക്കിറിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഷാക്കിറിന് മൂഡ് സ്വിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതായത് മൈൻഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മൂഡ് സ്വിങ് എന്ന് പറയുമ്പോൾ അതറിയുന്നവർക്കറിയാം. അപ്പോൾ അത് പിന്നെ ഉമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ആൾ. അപ്പോൾ ഉമ്മാൻ്റെ ഒരു മരണത്തിന് ശേഷം ഒരു മൂഡ് സ്വിങ്ങിൻ്റെ ഒരു വിഷയം. പിന്നെ പഠന വൈകല്യം ഉണ്ടോ എനിക്ക്, അങ്ങനെ മലയാളം നല്ല രീതിയിൽ അങ്ങനെ വായിക്കാനൊന്നും അറിയില്ല. പക്ഷേ പൈസേൻ്റെ കണക്കൊക്കെ അറിയാം. പക്ഷേ കണക്ക് കൂട്ടാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. വലിയ എമൗണ്ടിൻ്റെ കണക്കൊക്കെ അതുപോലെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആൾക്കാരുമായിട്ട് ഇടപഴകലായാലും അവന് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയുമെന്നുള്ള ആളൊരു ഇന്നസെൻ്റാണ്, കുറച്ചൊരു ഇൻട്രോവേർട്ട്. പക്ഷേ ആളെ കണ്ടാലും സംസാരത്തിലെല്ലാം ഓക്കെയാണ്, വേറെ യാതൊരു ഇതുമില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറയാം, ബ്രദർ പറഞ്ഞിട്ടുണ്ട് മലപ്പുറം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലയിലുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള കുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പറ്റും. അവിടെ പോയി നിൽക്കാനും അവിടെ എന്തെങ്കിലും ജോലി നോക്കി നിൽക്കാനൊക്കെ ഷാക്കിർ തയ്യാറുമാണ് എന്നുള്ളത് കേട്ടോ. എന്നാൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇത് ഷാക്കിറിൻ്റെ ബ്രദറിൻ്റെ വീടാണ് കേട്ടോ. ഇവിടെയാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ ഉപ്പയും ഷാക്കിറും ഇവിടെയാണ് താമസിക്കുന്നത്. അസ്സലാമു അലൈക്കും. ഇതാണ് ഷാക്കിർ. എന്തൊക്കെയാ വിശേഷം ഷാക്കിറേ? അൽഹംദുലില്ലാഹ് സുഖം. ഇത് ഷാക്കിറിൻ്റെ ബ്രദറാണ്. നിങ്ങൾ പേരെന്താ? സാബിർ. ഉപ്പ ഇവിടെ ഉണ്ട്. കൈക്കെന്താ പറ്റിയപ്പാ? ചെറിയ വീഴ്ച പറ്റിയതല്ലേ? അത് ശരി, അതാണ് ഉപ്പ കേട്ടോ. എന്നാ ഇരുന്നോ വയ്ക്കാ. നമുക്ക് ഷാക്കിറിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ആലോചനയാണല്ലോ വേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് ഇക്ക ഒന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ. ഷാക്കിറിന് എന്താണ് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം പറഞ്ഞു. ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ടില്ല. അവന് ചെറിയൊരു മൂഡ് സിങ്സ് ആണ്. അപ്പോൾ അത് എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 3 വർഷമായി. അപ്പോൾ അതിന് ശേഷം ഒരു ചെറിയൊരു ഡിപ്രഷൻ പോലെ വന്നു. അതിനുശേഷം ഒരു മൂഡ് സിങ്സ് സ്റ്റാർട്ടായി. അപ്പം ജോലിക്ക് പോയാലും മൂഡ് സിങ്സ് ഉള്ളതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യൂല. കുറച്ച് നാൾ ജോലിക്ക് പോകും, പിന്നെ സ്റ്റോപ്പ് ആവും, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും പോകും. അങ്ങനെയുള്ള ആ ചെറിയ പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അവന് സപ്പോർട്ട് ആവുന്ന രീതിക്ക് ഒരു ലൈഫ് പാർട്ട്ണർ ആകുമ്പോഴത്തേക്ക് റെഡി ആവുമെന്നാണ് കരുതുന്നത്. അല്ലാതെ പ്രശ്നം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ലയെന്ന് വേണം പറയാം. അങ്ങനത്തെ ഒരു അതെ. പിന്നെ ആൾക്ക് കണക്ക് കൂട്ടലിനൊക്കെ ചെറിയൊരു ഇതുണ്ട് അല്ലടാ, പൈസേൻ്റെ കണക്കൊക്കെ. അത് ഇപ്പോൾ എന്താ പറയാൻ, എനിക്ക് അത്യാവശ്യം കൂട്ടാനൊക്കെ അറിയാം. ഞാൻ തോനെ വലുതായിട്ട് കണക്ക് കൂട്ടുമ്പോൾ അങ്ങനെ ഒരു ഇത് വരുന്നുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എഴുതാനും വായിക്കാനൊക്കെ ഷാക്കിറിന് അറിയില്ല? എഴുതാനൊക്കെ വേണ്ടില്ല, അത്യാവശ്യമൊക്കെ അറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ കാര്യമൊക്കെ അറിയാം. അതെ. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പഠന വൈകല്യത്തിൻ്റെ ഒരു മൈന്യൂട്ട് വിഷയം അല്ലേ, ചെറിയ രീതിയിലുള്ള ഒരു പഠന വൈകല്യത്തിൻ്റെയാണ്. പിന്നെ ആൾ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ് അല്ലേ? അതെ, അതൊക്കെയാണ് വിഷയം. നമ്മളെല്ലാം തുറന്ന് പറയുന്നത് കേട്ടോ. ഷാക്കിറിനെ നിർത്തിക്കൊണ്ട് തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വരുന്നൊരു പാർട്ണറെ നമുക്ക് വേണ്ടുള്ളൂ. എന്നാലാണ് അത് ഒരുപാട് വർഷം നിലനിൽക്കുക അല്ലേ? അതെ അതെ. പിന്നെ അവന് കൂട്ടുകെട്ടൊന്നും അധികം ഇല്ല. അതെ. അപ്പോൾ ഇപ്പം ഒറ്റയ്ക്ക് ഉള്ള ഒരു പ്രകൃതമാണ്. പിന്നെ എന്നാൽ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കുകയും ചെയ്യും. ഇപ്പം എല്ലാവരും സംസാരിക്കും ചോദിക്കുമ്പോൾ എന്താണ് ഒരു പ്രശ്നമില്ലല്ലോ എന്ന് നമ്മളോട് തിരിച്ച് ചോദിക്കാറുണ്ട്. അതെ അതെ. പ്രശ്നം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെ അപ്പോൾ ചെറിയൊരു പ്രശ്നമാണ് ഈ മൂഡ് സ്വിങ്സ് ചെറിയ. അത് ഈ ഒറ്റയ്ക്കുള്ള ലൈഫ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിദേശത്താണ്, ഇപ്പോൾ ഞാൻ ലീവിന് വന്നതാണ്. പിന്നെ വീട്ടിൽ വാപ്പയുണ്ട്, വാപ്പയും എൻ്റെ അനുജനാണ് ഉള്ളത്. അതെ. അപ്പോൾ അവന് പറ്റിയൊരു പാർട്ട്ണർ വന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാകും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ 2 മക്കളാണോ? നമ്മൾ 3 പേരാണ്. 3 പേര്. ഒരു പെൺകുട്ടിയാ? മൂത്ത ആളാണ്. ഞാൻ വിവാഹം കഴിച്ചു. 2 മക്കളുണ്ട്. അതിന് എൻ്റെ ഇളയത് ഒരു അനിയത്തിയാണ്. ആളും വിവാഹം കഴിഞ്ഞു ഇവിടെ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. 3 കുട്ടികളുണ്ട്. അവർ അവിടെ കുടുംബമായിട്ട് അവിടെ കഴിയുന്നു. ഏറ്റവും ഇളയാളാണ് ഷാക്കിർ. ഷാക്കിറിന് എത്ര വയസ്സായി? എനിക്ക് 31 വയസ്സായി. 31. എത്ര വരെയാണ് പഠിച്ചത്? ഞാൻ 10 ഫെയിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വയറിങ്ങിൻ്റെ പണിക്കൊക്കെ പോയി. പിന്നെ ഷോപ്പുകളിൽ പണിയാണ്. പിന്നെ അങ്ങനെ ഷോപ്പുകളിൽ പണി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ 2 വർഷം ഒമാനിലായിരുന്നു. ഒമാനിൽ സൂപ്പർ മാർക്കറ്റിലായിരുന്നു. പിന്നെ വന്നിട്ട് നാട്ടിലെ പണിയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ. അപ്പോൾ നമുക്ക് ദൂരം പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. നമ്മൾ മലപ്പുറമൊക്കെ നോക്കുന്നുണ്ട്. മലപ്പുറം. അതെ. അപ്പോൾ അവിടെ തന്നെ സെറ്റിലാവാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നോക്കുന്നുണ്ട്.
അതെ. അപ്പോൾ നമ്മൾ മലപ്പുറം അല്ലെ വേറെ അങ്ങനെ ഉള്ള ജില്ലകളിലായാലും ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് വിഷയമുള്ള മക്കളോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് അവിടെ നിന്ന് അല്ലേ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ബുദ്ധിപരമായിട്ട് അധികം വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ സന്തോഷം. ഒരു സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സന്തോഷം. കുറച്ച് കുടുംബം നോക്കാൻ ഉത്തരവാദിത്വ ബോധമൊക്കെ ഉള്ള ഒരു, അതെ, അങ്ങനെ ഉള്ളൊരു ആ രീതിയിലുള്ള, പിന്നെ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഫാമിലി ബോണ്ടിങ്ങും കാര്യമെല്ലാം ഉണ്ടെങ്കിലും ചെറിയ മൈനോട്ട് വിഷയങ്ങളുള്ളതൊന്നും കുഴപ്പമില്ല. നമുക്ക് അങ്ങോട്ട് പോയി നിന്ന് അങ്ങനെ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ പോലെ കെയർ ചെയ്യോ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. നല്ല വീടും സാഹചര്യമൊക്കെ ഉള്ള, ഇന്നസെന്റ് ആണ്, 5 നേരം നമസ്കരിക്കും. പിന്നെ അപ്പോൾ അവനും അങ്ങനെയുള്ളൊരു കുട്ടിയാണ് നോക്കുന്നത്. അതെ, ഒരു തീർച്ചയായും കാര്യമുള്ള പടച്ചുനെ പേടിയുള്ള, അങ്ങനെയാണ് അവൻ്റെ ആഗ്രഹം. തീർച്ചയായും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോൾ മറ്റു ജില്ലകളിലുള്ള ഇപ്പോൾ മലപ്പുറം ആയാലും മലബാർ സൈഡായാലും ഒക്കെ അങ്ങനെ ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങോട്ട് നിൽക്കുന്ന പാർട്ട്ണറിനെ വേണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒക്കെ ഒന്ന് മാറി നിന്ന് എന്നാൽ തന്നെ കുറേയൊക്കെ ഒരു സെറ്റാവും എന്നുള്ളതാണ്. പിന്നെ പുതിയൊരു സ്ഥലത്ത് പോയി പിന്നെ ജോബിൻ്റെ ഒരു കാര്യമായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെറിയ പരിപാടികളൊക്കെ ആണെങ്കിൽ ഈ മൂഡ് സ്വിങ് എന്തായാലും വരും. നമ്മളതിനെ ഓവർകം ചെയ്യണം കേട്ടോ. ഷാക്കിറ വന്നാലും നമ്മളതിനെ തോൽപ്പിക്കണം. അതെ, അങ്ങനെയാണല്ലോ, നമ്മളതിനെ തോൽപ്പിച്ചിരിക്കും, ഉറപ്പാണ്. വിൽപ്പവറോട് കൂടി നമ്മൾ മുന്നേറിയാൽ ഷാക്കിറിന് വേറൊരു പ്രശ്നമില്ല. ബാക്കിയുള്ള എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത്. ഈ പൈസേൻ്റെ കണക്കൊക്കെ ആയാലും അതിനൊക്കെ സംവിധാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഇതൊന്നും കുഴപ്പമില്ല, നോക്കിയിട്ട് ചെയ്യാം. അതെല്ലാം റെഡി ആവട്ടെ അല്ലേ? അതെ 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 അതെ. ഇപ്പോൾ 31 വയസ്സാണ് ഷാക്കിറിനായത്. നമുക്കൊരു 28 വയസ്സ് വരെ അതിൻ്റെ ഉള്ളിലുള്ള എത്രയാണെങ്കിലും കുഴപ്പമില്ല. 25, 26, 23 എത്ര ആയാലും കുഴപ്പമില്ല. 28 വരെ നമുക്ക് നോക്കാം. അപ്പോൾ വേറെ എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ? ഇല്ല, ഇപ്പോൾ ഇത്രയും പറഞ്ഞു തന്നെയാണ്. അതെ, അവന് ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു പ്രപ്പോസലാണ് നമ്മൾ നോക്കുന്നത്. എല്ലാം മനസ്സിലാക്കിയിട്ട്. തീർച്ചയായും. പിന്നെ നാളെ ഒരു സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അതെ അതെ അതെ. ഷാക്കിറിന് എന്തെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയുള്ള പെൺകുട്ടീനെയാണ് വേണ്ടത്? എനിക്ക് 5 നേരം ഇബാദത്ത് ചെയ്ത് നമ്മളെ കുടുംബമായിട്ട് പോയിട്ട് വാപ്പയുണ്ട്, ഉമ്മയില്ല, ഉമ്മ മരണപ്പെട്ടു. നമ്മളെ വീട്ടിൽ സാഹചര്യമായി എൻ്റെ കാര്യങ്ങൾ നോക്കി പോകുക. അൽഹംദുലില്ലാഹ്, അതാണ് എനിക്കിഷ്ടം. തീർച്ചയായും തീർച്ചയായും അങ്ങനെയുള്ളൊരു പാർട്ട്ണർ വരട്ടെ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നതാണെങ്കിലും അതിനനുസരിച്ചുള്ള രീതിയിൽ നല്ല രീതിയിലുള്ളൊരു ആലോചന വരട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക കേട്ടോ. അതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇതിൽ നമ്പർ കൊടുക്കുക, ബാക്കി എന്ത് കാര്യങ്ങളും നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് ചെയ്യുക. പിന്നെ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ട് ചെയ്യണം കേട്ടോ. പല ആൾക്കാരാണ് വിളിക്കുക, നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ ഫ്രണ്ട്സ്, ഷാക്കിറും ബ്രദറും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ല. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരിക. പിന്നെ ഷാക്കിറിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മൂഡ് സ്വിങ്സിൻ്റെ പ്രശ്നമായാലും പിന്നെ ചെറിയൊരു ഇൻട്രോവേർട്ട് പോലത്തെ ചെറിയ വിഷയം, അതായത് അധികം ഫ്രണ്ട്സും കാര്യങ്ങളും അങ്ങോട്ട് പോയി സംസാരിക്കുക, ആ ഒരു ആക്റ്റീവ് ഉണ്ടല്ലോ, അതല്ലാത്ത അവൻ്റേതായ രീതിയിലായിട്ട് അങ്ങനെ ഇന്നസെൻ്റായിട്ട് അങ്ങനെ പോകുന്ന ഒരു പ്രകൃതമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാനും ഇതിനെല്ലാം ഓക്കെയാണ് മനസ്സിലാക്കുന്ന ഒരാളായാൽ മതി. പിന്നെ ഈ മൂഡ് സ്വിങ് എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ വിഷയമാണെന്ന് വെച്ചാൽ എല്ലാ, പക്ഷേ തീരെ പ്രശ്നം അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. പക്ഷേ അതൊന്ന് ഒരു സപ്പോർട്ടീവായിട്ടുള്ളൊരു പാർട്ട്ണറൊക്കെ ഉണ്ട്, ഒരുപാട് മാറും. പെട്ടെന്ന് അത് വേണ്ടല്ലേ, അത് ഒഴിവാക്കാന്നുള്ള കൺഫ്യൂഷൻ, പിന്നെ ഒഴിവാക്കണ്ട, അതൊന്നുകൂടി നോക്ക്, അത് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നെല്ലാം പറഞ്ഞൊരു സപ്പോർട്ടീവ് പാർട്ട്ണറാകുമ്പോൾ അതങ്ങ് റെഡിയാവും. ഓലിക്കൊരു കൺഫ്യൂഷനാണ് വരിക, ചെറിയ ചില കാരണങ്ങളുണ്ട്. ആ കൺഫ്യൂഷനെ ഓലിക്ക് ഷെയർ ചെയ്യാൻ ആളില്ലാതെ വരുമ്പോഴാണ് അവർ തെറ്റായ ഡിസിഷൻ എടുക്കുന്നത്. അതായത് ഈ മൂഡ് സ്വിങ് വരുമ്പോൾ ഇപ്പോൾ ഒരു വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാകാണ്, അത് പറ്റൂല. അപ്പോൾ പറ്റൂല, എന്താ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഒഴിവാക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒഴിവാക്കരുത്, അത് പ്രശ്നമില്ല, അത് നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞൊരു സപ്പോർട്ടായിട്ടുള്ള ഒരാൾ നിൽക്കുമ്പോൾ അത് മാറും. ഇപ്പോൾ ഒരു പാർട്ട്ണർ വിചാരിച്ചാൽ മൂഡ് സ്വിങ്ങൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ആ മൂഡ് സ്വിങ് ഉണ്ട് എന്നുള്ളത് അറിയുന്ന പാർട്ട്ണറായിരിക്കണം, അത് മനസ്സിലാക്കുന്ന പാർട്ട്ണറായിരിക്കണം. അതേപോലെ തന്നെ പൈസേൻ്റെ കണക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ എല്ലാത്തിനും ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ആൾ എന്നുള്ളതാണ്. പിന്നെ ആളോട് സംസാരിക്കുമ്പോഴും കാര്യങ്ങളായാലും അങ്ങനെ ഒരു വിഷയങ്ങളൊന്നുമില്ല ഒരാളൊന്നുമല്ല. പിന്നെ ഈ പഠന വൈകല്യം ഇതൊക്കെ മൈൻഡിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ഉമ്മ മരിച്ച ആ സമയത്തൊക്കെ ചെറിയൊരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ടാബ്ലറ്റ് ചെറുതൊന്നും എടുത്തിരുന്നു, പിന്നെ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്ക്, അതൊക്കെ ഓക്കെ ആയപ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്തേക്ക്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമെന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സപ്പോർട്ടീവായിട്ടുള്ള പാർട്ട്ണർ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. ഓക്കെ.